മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗത്തിനിടയിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവിടെ പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള പ്രവർത്തകരുടെ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ് അതിനെ ശക്തമായി ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ സുരക്ഷയാണ് ഈ SFI മാർച്ചിനെ നേരിടാൻ അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, എന്താണ് പുതിയ വിവരങ്ങൾ? ഏതാണ്ട് 4-5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ലല്ലോ. എന്താണ് മറ്റു വിശദാംശങ്ങൾ? നമ്മൾക്കറിയാം, കഴിഞ്ഞ തവണ വലിയ രീതിയിൽ പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചു SFI. അതേ തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് തന്നെയാണ് രാജ്ഭവനിലേക്ക് ഇന്ന് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. ഈ വെള്ളയമ്പലത്ത് തന്നെ ബാരിക്കേഡ് വെച്ച് SFI പ്രവർത്തകരെ തടയുന്നൊരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അതീവ സുരക്ഷ, കാരണം സർവകലാശാലയിൽ പോലീസിന് പറ്റിയ അബദ്ധം ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളത് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് രാജ്ഭവന് മുന്നിൽ. 3 ലെയറുകളായി തിരിച്ചുകൊണ്ടാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 5 തവണ ജലപീരങ്കി SFI പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ലെയറുകളായി വെള്ളയമ്പലം ജംഗ്ഷനിൽ ആദ്യഘട്ടത്തിൽ ബാരിക്കേഡുകൾ 2 ലെയറുകളായി തിരിച്ച ഒരു സുരക്ഷാ വലയം പോലീസ് അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിനുശേഷം തൊട്ടു പിന്നിലായി ബസ്സുകൾ നിരത്തിയിട്ട് പോലീസിന്റെ ബസ്സുകൾ നിരത്തിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഒപ്പം അതിന് തൊട്ടു പിന്നിലായി വീണ്ടും രാജ്ഭവന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വീണ്ടും ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ട് ഒരു സുരക്ഷാ വലയവും പോലീസ് തീർത്തിട്ടുണ്ട്. എന്തായാലും ഒരു തരത്തിലും SFI പ്രവർത്തകരെ കഴിഞ്ഞ തവണത്തെ പോലെ രാജ്ഭവന്റെ സമീപ പ്രദേശത്തേക്ക് എത്തുവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഒരു ഇടപെടലിൽ പറ്റിയ പാളിച്ച, അതിൽ വിശദീകരണം ഉൾപ്പെടെ നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഇതെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വീഴ്ച സംഭവിക്കരുത്, SFI പ്രവർത്തകർ ഇപ്പുറത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വീണ്ടും ഇതാ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം. ഏകദേശം ഒരു വശത്ത് ബാരിക്കേഡ് പകുതിയോളം മറിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ SFI പ്രവർത്തകർക്ക് ഇപ്പുറത്തേക്ക് കടക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസ് വലിയ ബന്ദോബസ്ത് തീർത്തിട്ടുണ്ട്. ഏകദേശം അല്പസമയങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 മിനിറ്റുകൾക്ക് മുമ്പാണ് മാനവീയ വീതിയിൽ നിന്ന് തിരുവനന്തപുരം SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. നമുക്കറിയാം, ഇന്ന് DYFI അടക്കം യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ മാർച്ച് ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധ മാർച്ച് തന്നെയാണ് നടക്കുന്നത്. വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഗവർണറും ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ വലിയ പോര് തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. സർക്കാരും SFIയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം, അതുപോലെ തന്നെ യുവജന സംഘടനയായ DYFIയെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് നടത്തിയ ഒരു SFIയുടെ മാർച്ചിന്റെ ആ ഒരു ആവേശം SFI പ്രവർത്തകർക്ക് ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ തവണ തന്നെ എത്തിയുടൻ തന്നെ ബാരിക്കേഡ് ചാടിക്കടന്ന് ഇപ്പുറത്തേക്ക് വരുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാരിക്കേഡ് കുലുക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ അത് മറച്ചിടാൻ ശ്രമിക്കുന്നതല്ലാതെ ബാരിക്കേഡ് കടന്ന് ഇപ്പുറത്തേക്ക് വരുവാനുള്ള ഒരു ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വടം കെട്ടി ബാരിക്കേഡ് വലിയ ബന്ദോബസ്തിൽ നിർത്തിയിരിക്കുന്നു. ഇത് ഒരു വശത്ത് കുറച്ച് ചായച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് അത് താങ്ങി നിർത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഇവർക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ശ്രമവും അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഒരു കാരണവശാലും SFI പ്രവർത്തകരെ രാജ്ഭവന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ആ തീരുമാനത്തെ തുടർന്ന് പോലീസ് വലിയ ബന്ദോബസ്ത് തിരുവനന്തപുരം ടൗണിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർ, CIമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഏകദേശം 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സർവകലാശാല ആസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്ഭവന്റെ മുന്നിലും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഒരു കാരണവശാലും SFI പ്രവർത്തകരെ ഇവിടേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ്.
SFI പ്രവർത്തകർക്ക് നേരെ. ഇതുകൂടിയാകുമ്പോൾ 6ാം തവണയാണ് SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 ഗണ്ണുകൾ ഉപയോഗിച്ച്, അതായത് സാധാരണഗതിയിൽ 1 ഗണ്ണ് മാത്രമാണ് ജലപീരങ്കിയിൽ പ്രയോഗിക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ 2 ഗണ്ണും ഉപയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ബാരിക്കേഡും തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയെങ്കിലും SFI പ്രവർത്തകരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്